ക്രിസ്തുമസ് ധ്യാനം 22-ാം ദിവസം. ക്രിസ്തുമസ് നൽകുന്ന സമാധാനവും ആനന്ദവും പ്രത്യാശയും. ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്കാ 2:10 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുമസ് നമുക്ക് വലിയ ആനന്ദവും സമാധാനവും പ്രത്യാശയും പ്രദാനം ചെയ്യുന്ന തിരുനാളാണ്. ദൈവപുത്രൻ നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു ജനിക്കുകയും നമ്മുടെ ഇടയിൽ ഇമ്മാനുവേലായി വസിക്കുകയും ചെയ്യുമ്പോൾ ആ ദൈവസാമീപ്യ സംസർഗ സഹവാസ അനുഭവത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന സമാധാനവും ആനന്ദവും പ്രത്യാശയും അവർണ്ണനീയമാണ്. ഈ സമാധാനവും ആനന്ദവും പ്രതിസന്ധികളുടെ മധ്യേ പോലും നിറഞ്ഞു നിൽക്കുന്നതും വലിയ പ്രതിസന്ധികളെപ്പോലും അതിജീവിക്കാൻ വേണ്ട ശക്തി പകരുന്നതുമാണ്. ഈ ആനന്ദവും സമാധാനവും പ്രത്യാശയും അനുഭവിക്കുന്ന 3 തരക്കാരുണ്ട്. ഒന്ന്, യഥാർത്ഥ ക്രിസ്ത്യാനികൾ. എല്ലാ ക്രിസ്ത്യാനികൾക്കും ഈ ആനന്ദവും സമാധാനവും പ്രത്യാശയും അനുഭവപ്പെടണമെന്നില്ല. അവിടുത്തെ സ്നേഹിക്കുകയും അങ്ങുമായുള്ള ആത്മബന്ധത്തിൽ വളരുകയും ചെയ്യുന്നവർക്ക് മാത്രമേ യേശു നൽകുന്ന സമാധാനവും ആനന്ദവും പ്രത്യാശയും അനുഭവിക്കാൻ കഴിയൂ. 2, യേശു നേരിട്ട് തന്നെ വെളിപ്പെടുത്തി കൊടുത്ത് തന്നിലേക്ക് ആകർഷിച്ചടുപ്പിക്കുന്ന ഇതര മതസ്ഥർ. ഇവർക്കാണ് യേശു നൽകുന്ന സമാധാനവും ആനന്ദവും പ്രത്യാശയും അവരുടെ മുൻ മത അനുഭവത്തിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണെന്ന് കൂടുതലായി തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇരുട്ടുമുറിയിൽ ഒരു മെഴുതിരി വെളിച്ചത്തിൽ ഇരിക്കുന്നതും മധ്യാഹ്ന സൂര്യപ്രഭയിലേക്ക് കടന്നു വരുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെയാണിത്. 3, ക്രിസ്തു ശിഷ്യരുടെ സാക്ഷ്യത്തിലൂടെയും അവരുമായുള്ള ബന്ധത്തിലൂടെയും യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവർക്കും അവർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും അറിവിലും ജ്ഞാനത്തിലും വളരുന്നതനുസരിച്ച് ഈ സമാധാനവും ആനന്ദവും പ്രത്യാശയും അനുഭവിക്കാവുന്നതാണ്. ക്രിസ്തുമസ് അഥവാ എൽദ പ്രകാശത്തിൻ്റെ തിരുനാളുമാണ്. ലോകത്തിൽ ഉദയം ചെയ്ത സർവ്വലോകത്തെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിപാടിൻ്റെ വെളിച്ചമായ ദൈവപുത്രൻ്റെ ദിവ്യപ്രഭയാൽ സ്വയം പ്രകാശിതരാകാനും സകലരെയും പ്രകാശിപ്പിക്കാനും ഈ തിരുനാൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. യേശു തമ്പുരാനെ, അങ്ങ് നൽകുന്ന ദൈവിക വെളിപാടിൻ്റെ വെളിച്ചവും ശാന്തിയും സമാധാനവും പ്രത്യാശയും സ്വീകരിച്ചനുഭവിക്കാനും അനേകർക്ക് പകർന്നു നൽകി അവരെയും അങ്ങിലേക്ക് ആനയിക്കാനും ഞങ്ങളെ സഹായിച്ചനുഗ്രഹിക്കണമേ. ആമേൻ.